ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കീപ്പ് യുവർ ഐസ് ഓപ്പൺ എന്ന ചാപ്റ്ററിൽ വരുന്ന കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ. Now let us analyze the story given above. What are the essential aspects of the story? മുകളിലെ സ്റ്റോറി കണ്ടല്ലോ അല്ലേ. ഇനി എന്താണ് ഒരു സ്റ്റോറിക്ക് അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു ബിഗിനിങ് വേണം അല്ലേ, നല്ലൊരു തുടക്കം വേണം അല്ലേ. ദെൻ സെക്കൻഡ് വൺ ഡെവലപ്മെൻ്റ് ആണ്, ആ സ്റ്റോറിയുടെ ഡെവലപ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളെന്ന് കൊടുക്കുക അല്ലേ. ദെൻ സംതിങ് ഹാപ്പൻസ്, പിന്നെ എന്തൊക്കെയോ അതിൽ സംഭവിക്കുന്നുണ്ട്. തിങ്സ് കം ടു ആൻ എൻഡ്, അവസാനം ആ സ്റ്റോറിയുടെ ഒരു അവസാനത്തിലേക്ക് വരുന്ന ആ സംഭവങ്ങൾ അത് വേണം. ദെൻ ഒരു കൺക്ലൂഷൻ. ഓക്കെ, അങ്ങനെയാണ് ഒരു സ്റ്റോറി ഉണ്ടാകുന്നത്. ലെറ്റ് us study. The story Keep Your Eyes Open begins with the sentence Once upon a time there was a lion. Different stories may have different beginnings. Here are a few beginnings of stories. Go through them. എന്താണ് ഈ കീപ്പ് യുവർ ഐസ് ഓപ്പൺ എന്ന ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ ലയൺ. ഒരിടത്ത് എന്താണ് ഒരു ലയൺ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. ഇതുപോലെ എല്ലാ സ്റ്റോറിക്കും ഒരുപോലെയുള്ള സ്റ്റാർട്ടിങ് അല്ലല്ലോ വരുന്നത് അല്ലേ. ഓരോ സ്റ്റോറിക്കും അതിൻ്റെ ബിഗിനിങ്സ്, അതിൻ്റെ തുടക്കം വ്യത്യസ്തമായിരിക്കും അല്ലേ. ചില സ്റ്റോറീസ് എന്താണ് പണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ടാകും അല്ലേ. ഹിയർ ആർ എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ്. ഇവിടെ താഴെ കുറച്ച് സ്റ്റോറീസിൻ്റെ ബിഗിനിങ്സ് ആണ്, തുടക്കമാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഏതൊക്കെയാണ്? ഓൺ ദ 20th of May in the evening, on the far side of green trees, it was a very hot day. One fine day, long ago, there was a desert wind blowing that night. ഓക്കെ, കുറേ ബിഗിനിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വിച്ച് വൺ ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിഗിനിങ്? ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഗിനിങ് ഏതാണ്, തുടക്കം ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഏതെഴുതും നമ്മൾ? ലോങ് എഗോ എന്നത് എഴുതും അല്ലേ. ലോങ് എഗോ എന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ദെൻ നെക്സ്റ്റ് വൺ, റീഡ് എ ഫ്യൂ ഫോക്ക് ടെയിൽസ് ആൻഡ് ഫേബിൾസ് ആൻഡ് മേക്ക് എ കളക്ഷൻ ഓഫ് ദ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ്. നിങ്ങളോട് എന്താണ് കുറേ സ്റ്റോറീസ്, ഇതുപോലെയുള്ള കഥകളൊക്കെ വായിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ബിഗിനിങ്സ്, ആ സ്റ്റോറിയൊക്കെ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ള അതിൻ്റെ ബിഗിനിങ്സ് നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവരും സ്വയം ചെയ്യണം. ഓക്കെ, എന്താണ് ഏതെങ്കിലും സ്റ്റോറിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബിഗിനിങ്സ്, അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് എഴുതിയാൽ മതി. ഇവിടെ മുകളിൽ കൊടുത്ത പോലെ നിങ്ങളോട് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Then write the beginnings you have collected on a chart and display it in your classroom. നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള ആ ബിഗിനിങ്സ് ചാർട്ടിൽ എഴുതിയിട്ട് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രൈ ടു റൈറ്റ് എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് സ്റ്റോറീസ്. ഇനി നിങ്ങളോട് കുറച്ച് സ്റ്റോറിയുടെ ബിഗിനിങ്സ്, തുടക്കങ്ങൾ എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെ എഴുതാം? വൺസ് ദർ ലിവ്ഡ് ആൻ ഓൾഡ് വൈസ് ഫാർമർ. ഒരിടത്ത് ഒരു ഓൾഡ് ആയിട്ടുള്ള, നല്ല പ്രായമായിട്ടുള്ള, നല്ല വയസ്സ് എന്ന് പറഞ്ഞാൽ നല്ല അറിവുള്ള ഒരു ഫാർമർ ഉണ്ടായിരുന്നു. ദെൻ സെക്കൻഡ് വൺ, ദർ ലിവ്ഡ് എ ലാർജ് നമ്പർ ഓഫ് മൈസ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിൽ ഒരുപാട് മൈസ് എന്ന് പറഞ്ഞാൽ ചുണ്ടെലികൾ ഉണ്ടായിരുന്നു, താമസിച്ചിരുന്നു. ദെൻ തേർഡ് വൺ, ഇൻ എ ട്രീ ദർ ലിവ്ഡ് എ നമ്പർ ഓഫ് ക്രോസ്. ഒരു മരത്തിൽ ഒരുപാട് ക്രോസ് ജീവിച്ചിരുന്നു, ഒരുപാട് കാക്കകൾ താമസിച്ചിരുന്നു. ദെൻ ഫോർത്ത് വൺ, വൺസ് ദർ വാസ് എ ബോയ് ഹു കെപ്റ്റ് ഷീപ്പ്. ഒരിടത്ത് ഒരു ആട്ടിടയനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആടിനെ നോക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ഇതുപോലെയാണല്ലോ അല്ലേ സ്റ്റോറീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. Then second activity, now let us examine the ending of the story. Can you think of a different ending to the story? Here are two different endings. Add a few more endings in the space provided. ഇനി എന്താണ് ഈ സ്റ്റോറിയുടെ എൻഡിങ്, അവസാനം നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സ്റ്റോറിയിൽ കൊടുത്തിട്ടുള്ളത് പോലെ അല്ലാതെ വേറെ എങ്ങനെയൊക്കെ നമുക്ക് ഈ സ്റ്റോറി അവസാനിപ്പിക്കാം എന്നാണ്. ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 എൻഡിങ്സ്, അവസാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ഇനി ഇതുപോലെ കൂടുതൽ എൻഡിങ്സ് നിങ്ങളോട് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ്? ദി ഫോക്സ് ആൻഡ് ദി അതർ അനിമൽസ് ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. എന്താണ്? ആ ഫോക്സും ബാക്കിയുള്ള അനിമൽസും പിന്നീടുള്ള കാലം ഹാപ്പിയായി ജീവിച്ചു എന്ന്. ദ നെക്സ്റ്റ്, ദ ലയൺ ഡിഡ് നോട്ട് എവർ പ്ലേ എനി മോർ ട്രിക്ക് ഓൺ അതേഴ്സ്. ആ സിംഹം പിന്നീട് ഒരു ട്രിക്കും അവരോട് പ്രയോഗിച്ചിട്ടില്ല. ദെൻ ഇനി എന്തെഴുതാം? ദി ലയൺ അണ്ടർസ്റ്റാൻഡ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് സെഡ് സോറി. ലയണ് അതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി അവരെടുത്ത് സോറി പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, ദി അതർ അനിമൽസ് താങ്ക്ഡ് ദി ഫോക്സ് ആൻഡ് മെയ്ഡ് ഹിം ദെയർ ലീഡർ. ബാക്കിയുള്ള അനിമൽസ് ആ ഫോക്സിനോട് നന്ദി പറഞ്ഞു, എന്നിട്ട് ആ ഫോക്സിനെ അവരുടെ ലീഡറാക്കി മാറ്റി. നെക്സ്റ്റ് വൺ, ദി ഫോക്സ് ആൻഡ് ദി അതർ അനിമൽസ് ലെഫ്റ്റ് ദ പ്ലേസ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി. ഫോക്സും ബാക്കിയുള്ള മൃഗങ്ങളും അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്, എന്നിട്ട് ഹാപ്പി ആയിട്ട് ജീവിച്ചു. The next one, the other animals avoided lion and nobody went there to visit him anymore. ബാക്കിയുള്ള അനിമൽസ് ആ ലയണിനെ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്, പിന്നീട് ആരും ആ ലയണിനെ വിസിറ്റ് ചെയ്യാനായിട്ട് പോയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാം അല്ലേ. ദെൻ താഴെ എന്താണ്? along with the different beginnings of the stories you have collected, you may collect a few endings also. നിങ്ങളോട് മുന്നേ എന്താ സ്റ്റോറിയുടെ തുടക്കങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അതുപോലെ തന്നെ കുറച്ച് എൻഡിങ്സും കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റോറീസ് നോക്കിയിട്ട് ബിഗിനിങ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ആ സ്റ്റോറിയുടെ തന്നെ എൻഡിങ്സും നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, ഇവിടെ കുറച്ച് എൻഡിങ്സ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതാവുന്നതാണ്. The next third activity, a story can be developed collectively. Let us participate in the act of developing a story based on the answers to a few questions. എന്താണ്? ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇവിടെ താഴെ 10 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റായി കണ്ടുപിടിച്ചിട്ട് അവയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറി എഴുതേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സ്റ്റോറി ഈസ് എബൌട്ട് എ കിങ് ആൻഡ് എ ക്വീൻ. വേർ ഡിഡ് ദേ ലിവ്? സ്റ്റോറി ഒരു കിങ്ങും ഒരു രാജാവും രാജ്ഞിയുമാണ് ഈ സ്റ്റോറിയിലുള്ളത്. അവർ എവിടെയായിരിക്കും താമസിക്കുന്നുണ്ടാവുക? എവിടെയാണ്? അവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട്, ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. ഇൻ എ കേസ്റ്റിൽ, ഇൻ എ പാലസ്, ഇൻ എ മെൻഷൻ, ഇൻ എ സ്റ്റേറ്റ്ലി ഹോം. എവിടെയായിരിക്കും? അവർ പാലസിൽ, കൊട്ടാരത്തിലായിരിക്കുമല്ലോ രാജാവും രാജ്ഞിയൊക്കെ താമസിക്കുന്നുണ്ടാവും അല്ലേ. സോ ഇൻ എ പാലസ്. ദെൻ സെക്കൻഡ് വൺ, ദി കിങ് ആൻഡ് ദി ക്വീൻ ഹാഡ് എ ഡോട്ടർ. ആ രാജാവിനും രാജ്ഞിക്കും ഒരു മകളുണ്ടായിരുന്നു. വാട്ട് വാസ് ഹെർ നെയിം? അവളുടെ നെയിം എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം ഇതിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ടീനയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ്, ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? അവൾ കാണാൻ എങ്ങനെയാണെന്ന് എന്ത് കൊടുക്കാം? ബ്യൂട്ടിഫുൾ എന്ന് കൊടുക്കാം. നെക്സ്റ്റ്, വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പ്രിൻസസ്? പ്രിൻസസിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? എങ്ങനത്തെ ആളായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓൾവേസ് സാഡ്, ഹാപ്പി, ഗ്ലൂമി, ലവ്ലി. എങ്ങനെയാണ്? എപ്പോഴും ഹാപ്പിയാണെന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സാഡാന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓൾവേസ് സാഡ് എന്ന് കൊടുക്കാം. ദ നെക്സ്റ്റ് വൺ, ദ ക്വീൻ ഓഫേർഡ് സംതിങ് ആസ് എ റിവാർഡ്. വാട്ട് വാസ് ഇറ്റ്? ആ രാജ്ഞി എന്താണ് റിവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും റിവാർഡായിട്ട് കൊടുക്കുന്നുണ്ടാവുക? എന്തെഴുതാം? എ റിങ്, അല്ലെങ്കിൽ ഗോൾഡ് കോയിൻസ്, എ സേക്ക് ഓഫ് റൈസ്. എന്തെഴുതാം? ഗോൾഡ് കോയിൻസ് എന്ന് കൊടുക്കാം. ദെൻ ഫിഫ്ത്ത് വൺ, വാട്ട് ഡിഡ് ദ മ്യൂസീഷ്യൻ പ്ലേ ഓൺ? മ്യൂസീഷ്യൻ എന്താണ് പ്ലേ ചെയ്തത്? എന്തെഴുതാം? എ ഫ്ലൂട്ട്, എ ഗിത്താർ, എ ഹാർമോണിയം, എ പിയാനോ. അവിടെ നമുക്ക് ഫ്ലൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഹാർമോണിയം കൊടുക്കാം. ദെൻ സിക്സ്ത് വൺ, വാട്ട് ഡിഡ് ദ ഫെയറി ആൻഡ് ദി ജോക്കർ ഡു? ഫെയറിയും ജോക്കറും എന്താണ് ചെയ്തത്? ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതിൽ ദി ഫെയറി കാസ്റ്റ് എ മാജിക് സ്പെൽ എന്നത് കൊടുക്കാം. ദെൻ ദി ജോക്കർ ടോൾഡ് ജോക്സ്. ആ 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ദെൻ സെവൻത്ത് വൺ, ദർ വാസ് എ യങ് മാൻ ഇൻ ദ സ്റ്റോറി. വാട്ട് വാസ് ഹി? ഈ സ്റ്റോറിയിൽ ഒരു യങ് മാൻ ഉണ്ടായിരുന്നു. വാട്ട് വാസ് ഹി? ആ യങ് മാന് എന്തായിരുന്നു? എ ടീച്ചർ, എ മ്യൂസീഷ്യൻ, എ വെസ്ലർ. എന്താണ്? ഒരു മ്യൂസീഷ്യൻ ആണ് അല്ലേ. എ മ്യൂസീഷ്യൻ എന്ന് കൊടുക്കാം. ദെൻ എയ്ത്ത് വൺ, ദി ബോയ് ഇൻ ദി സ്റ്റോറി ഹാഡ് എ പെറ്റ്. വാട്ട് വാസ് ഇറ്റ്? ആ സ്റ്റോറിയിലുള്ള ബോയ്ക്ക് ഒരു പെറ്റ് ഉണ്ട്. എന്തിനെയോ അത് വളർത്തുന്ന എന്തോ ഒന്നുണ്ടെന്ന് പറയുന്നു. എന്തായിരിക്കും? എ ക്യാറ്റ്, എ ഡോഗ്, എ സ്ക്വിറൽ, എ പാരറ്റ്, എ ബിയർ. ഇവിടെ നമുക്ക് എ പാരറ്റ് എന്ന് കൊടുക്കാം. ദ നയൻത്ത് വൺ, വാട്ട് ഹാപ്പൻഡ് വെൻ ദ പ്രിൻസസ് സോ ദി പെറ്റ്? ആ പെറ്റിനെ കണ്ടപ്പോൾ പ്രിൻസസിന് എന്ത് സംഭവിച്ചു?
ദെൻ ഹാപ്പി, സാഡ്, ഫ്രൈറ്റൻഡ്, എക്സൈറ്റഡ്. ഇതിൽ നമുക്ക് എക്സൈറ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. 10th വൺ, ഹൂ വൺ ദി പ്രൈസ്, ആർക്കാണ് ആ സമ്മാനം കിട്ടിയതെന്നാണ്. ദി കാറ്റ്, ദി ഡോഗ്, ദ സ്ക്വിരൽ, ദി പാരറ്റ്, ദ ബിയർ, നോ വൺ. ഇവിടെ ഏതാണ്? ദ പാരറ്റ്, പാരറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, നൗ റൈറ്റ് എ സ്റ്റോറി ആൻഡ് ഗിവ് ഇറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി ഈസ് ഗിവൺ. എന്താണ് നിങ്ങളോട് ഈ പോയിൻറ്റ്സ് ഒക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് സ്യൂട്ടബിളായിട്ട് ഒരു ടൈറ്റിൽ, ഒരു ഹെഡിങ്ങും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കാം. എന്തെഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം കേട്ടോ. ദ പ്രിൻസസ് ആൻഡ് ദി പാരറ്റ് എന്ന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ദി പ്രിൻസസ് എന്ന് മാത്രമാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എഴുതാവുന്നതാണ്. ഓക്കെ, എങ്ങനെ എഴുതാം? നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കിയല്ലോ അല്ലേ, അത് വെച്ചാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. വൺസ് അപ്പോൺ എ ടൈം എ കിങ് ആൻഡ് എ ക്വീൻ ലിവ്ഡ് ഇൻ എ പാലസ്. ദേ ഹാഡ് എ ഡോട്ടർ. ഹെർ നെയിം വാസ് ടീന. ഷി വാസ് ബ്യൂട്ടിഫുൾ ബട്ട് ഓൾവേസ് ലുക്ക്ഡ് സാഡ്. The king and queen tried their best to make her happy, but they failed. The queen offered gold coins to those who make her daughter happy and lively. The king called a musician to play flute to make the princess happy, but the princess showed no interest in the music. Then a fairy came and performed magic spell. After that, a joker came and told jokes, but the princess became more and more gloomy. At last, a young musician came with his pet parrot. Seeing the parrot, the princess excited with joy. Saw the parrot and the musician got the prize. The king rewarded the gold coins to the musician and thanked him. എന്താണ്? ഒരിടത്ത് ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവും രാജ്ഞിയും താമസിച്ചിരുന്നു. അവർക്ക് ഒരു മകളുണ്ടായിരുന്നു അല്ലേ. അവരുടെ നെയിം ടീന എന്നായിരുന്നു. അവൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ എപ്പോഴും അവൾ സങ്കടത്തിലായിരുന്നു അല്ലേ, ഒരു സാഡായിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ രാജാവും രാജ്ഞിയും അവൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് അല്ലേ, അവളെ സന്തോഷിപ്പിക്കാനായിട്ട്. പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല. അവർ അവസാനം എന്താണ്, അവളെ ഹാപ്പി ആക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗോൾഡ് കോയിൻസ് നൽകാമെന്ന് അവർ ഓഫർ വെച്ചു. ദെൻ അത് കേട്ടിട്ട് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഒരു മ്യൂസിഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ ഒരു ജോക്കർ, ഒരു ഫെയറി, അവരൊക്കെ വന്നിട്ട് അവളെ ഹാപ്പി ആക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അവൾ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അവസാനം ഒരു യങ് മ്യൂസിഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ എന്താണ്, അതിൻ്റെ പെറ്റായിട്ടുള്ള, അത് വളർത്തുന്ന പാരറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു. സോ ആ പാരറ്റിനെ കണ്ടപ്പോഴാണ് ആ പ്രിൻസസ്സിന് എന്താണ് സന്തോഷം തോന്നിയത്. അതിന് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ അല്ലേ. സോ ആരാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ ആ പാരറ്റും ആ യങ് മ്യൂസിഷ്യനുമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. അവർക്കാണ് ആ ഗോൾഡ് കോയിന് ആ രാജാവ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 5th വൺ, എ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. റീറൈറ്റ് ദി സ്റ്റോറി ഇൻ ദ കറക്റ്റ് സീക്വൻസ്. എന്താണ്? ഒരു സ്റ്റോറി ഇവിടെ ജംബിൾഡ് ഓർഡറായിട്ട്, ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് താഴെ അല്ലേ. അതിനെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ സ്റ്റോറി ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺസ് ദ ലിവ്ഡ് 3 ലിറ്റിൽ പിഗ്സ്. ഒരിടത്ത് 3 ചെറിയ പിഗ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിഗ്സ് എന്ന് വെച്ചാൽ എന്താ? പന്നികൾ അല്ലേ. എ ബിഗ് ബാഡ് wolf saw the first and second pigs and decided to make a meal of them. ഒരു വലിയ ഒരു ചെന്നായ ഫസ്റ്റത്തെ 2 പിഗുകളെയും കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, അവയെ അന്നത്തെ ഭക്ഷണം അവയാക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. Now the 2 little pigs were terrified and they ran to the 3rd pig's house. ആ 2 ചെറിയ പിഗ്സും എന്താണ്, രക്ഷപ്പെടാനായിട്ട് 3ാമത്തെ പിഗിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ്. നെക്സ്റ്റ്, even though the pigs tried to hide in their house, the wolf blew it down in minutes. ആ പിഗ്സ് അവരുടെ വീട്ടിൽ എത്രത്തോളം ഒളിച്ചിരിക്കാൻ ശ്രമിച്ചിട്ടും എന്താണ്, അവരുടെ വീട് ചെന്നായ മിനിറ്റുകൾ കൊണ്ട് അവരുടെ വീട് പൊളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദി wolf tried to huff and puff the house down but he could not and he died in the attempt. എന്താണ്, ആ ചെന്നായ ആ വീട് പൊളിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എന്താണ്, അതിനെ കൊണ്ട് കഴിയുന്നേ ഇല്ല. ആ ഒരു അറ്റംപ്റ്റിൽ ആ ചെന്നായ മരിക്കുകയും ചെയ്തു. Then next point, the 3rd pig worked hard all day and built his house
സ്ട്രോങ് വിത്ത് ബ്രിക്സ്. എന്താണ് ആ മൂന്നാമത്തെ പിഗ് ഒരുപാട് ദിവസം കഷ്ടപ്പെട്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആ പിഗിൻ്റെ വീട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രോങ് ഉള്ള കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ദി ഫസ്റ്റ് ആൻഡ് ദി സെക്കൻഡ് പിഗ്സ് വേർ ലേസി ആൻഡ് ദേ ബിൽഡ് ദെയർ ഹൗസസ് വെരി ക്വിക്ക്ലി വിത്ത് സ്ട്രോ. ആ ഫസ്റ്റും സെക്കൻഡും പിഗുകൾ എന്താണ്, അവർ ഭയങ്കര മടിയന്മാരാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവരുടെ വീട് സ്ട്രോ വെച്ചിട്ട് വേഗത്തിൽ അവർ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. The next, the two little pigs now felt sorry for being so lazy. They too built their houses with bricks and lived happily ever after. രണ്ട് പിഗ്സ് പിന്നീട് എന്ത് ചെയ്തു, മടിയായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ അവർക്ക്. എന്നിട്ട് അവരുടെ വീടും അതുപോലെ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീട് നിർമ്മിച്ച് ഹാപ്പി ആയിട്ട് ജീവിച്ചു. ഓക്കെ, ഇവിടെ ഈ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒന്നും ഓർഡർ കറക്റ്റ് ആയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഈ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് ഒരു കറക്റ്റ് സ്റ്റോറി, ഒരു നല്ലൊരു സ്റ്റോറി ഇവിടെ കിട്ടും. സോ അത് നമ്മളോട് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് വൺസ് ദർ ലിവ്ഡ് 3 little pigs എന്നത്. Then second one, the first and the second pigs were lazy and they built their houses very quickly with straw. Then third one, the third pig worked hard all day and built his house strong with bricks. അതെല്ലേ, ഫസ്റ്റ് എന്താണ് 3 ലിറ്റിൽ പിഗ്സ് ഉണ്ടായിരുന്നു. ദെൻ എന്താണ് 2 പിഗ്സ്, ഫസ്റ്റത്തെ 2 പിഗ്സും ഭയങ്കര മടിയന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്ട്രോ കൊണ്ട് ഭയങ്കര ഈസി ആയിട്ട് പെട്ടെന്ന് അവരുടെ വീട് നിർമ്മിച്ചു. പക്ഷെ മൂന്നാമത്തെ പിഗ് എന്താണ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കല്ലൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീട് നിർമ്മിച്ചു. നെക്സ്റ്റ് വരുന്നത് എ ബിഗ് ബാഡ് വോഫ് സോ ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്സ് ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് എ മീൽ ഓഫ് ദം. എന്താണ് ആ ഫസ്റ്റത്തെ 2 പിഗ്സിനെയും ഒരു ചെന്നായ കാണുകയാണ്. എന്നിട്ട് എന്താണ് ഇന്നത്തെ ഭക്ഷണം അവയാക്കാം, അവരെ തിന്നാമെന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഏതാ വരിക? ഇവൻ ദോ ദ പിഗ്സ് ട്രൈഡ് ടു ഹൈഡ് ഇൻ ദെയർ ഹൗസ് ദ വോഫ് ബ്ലൂ ഇറ്റ് ഡൗൺ ഇൻ മിനിറ്റ്സ്. അവരവരുടെ വീട്ടിൽ ഒളിക്കാൻ എത്ര ശ്രമിച്ചിട്ടും ആ വോഫ് എന്താണ് മിനിറ്റുകൾ കൊണ്ട് അവരുടെ വീട് പൊളിക്കുകയാണ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നൗ ദ 2 little pigs were terrified and they ran to the third pig's house. ആ 2 പിഗ്സും എന്താണ് രക്ഷപ്പെടാനായിട്ട് മൂന്നാമത്തെ പിഗിൻ്റെ വീട്ടിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഏതാ വരിക? ദ വോഫ് tried the huff and puff the house down but he could not and he died in the attempt. ആ വോഫ് എത്ര ശ്രമിച്ചിട്ടും ആ വീട് പൊളിക്കാനായിട്ട് കഴിയുന്നില്ല അല്ലേ. അവസാനം ആ ഒരു ശ്രമത്തിൽ, ആ ഒരു അറ്റംപ്റ്റിൽ ആ വോഫ് ഡെഡ് ആവുകയാണ്, മരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ഏതാ വരുന്നത്? ദ 2 little pigs now felt sorry for being so lazy. They too built their houses with bricks and lived happily ever after. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 6 ആണ് വരുന്നത്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ഗിവൺ ബിലോ. താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, അത് നോക്കിയിട്ട് എന്താണ് ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ്, താഴെ കൊടുത്തിട്ടുള്ള സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിക്ചർ എന്താണ്? ഒരു ഫോക്സ് ഒരു മരത്തിന് താഴെ നിൽക്കുന്നുണ്ട്. അതിന് മരത്തിന് മുകളിൽ ഒരു ക്രോ ഉണ്ട്, അതിൻ്റെ വായയിൽ എന്തോ ഉണ്ട് അല്ലേ, അത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ഇവിടെ താഴെ ഫോക്സ്. ദെൻ വൺ മോർണിംഗ് എ ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ്. He was looking for something tasty to eat. Soon his nose picked up a scent of something very sweet. എന്താണ് ഒരു മോർണിംഗ്, ഒരു രാവിലെ എന്താണ് ഒരു ഫോക്സ് എന്ത് ചെയ്യുന്നു? ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അവന് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് അവന് എന്തോ സ്വീറ്റ് ആയിട്ടുള്ള നല്ല മധുരമുള്ള എന്തോ ഒന്നിൻ്റെ ഒരു സ്മെല്ല് അവൻ്റെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഹി സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് സ്നിഫ്ഡ് ദി എയർ. ദി ഫോക്സ് ഡിഡ്ന്റ് ഹാവ് ടു വെയിറ്റ് ലോങ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. ആ ഫോക്സിന് എന്താണ് കുറേ സമയം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും വയ്യായിരുന്നു അല്ലേ. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഹൈ അപ്പ് ഇൻ എ ട്രീ ആൻഡ് in its beak was the biggest piece of cheese he had ever seen. എന്നിട്ട് ഫോക്സ് നോക്കുമ്പോൾ എന്താ കണ്ടത്? അവിടെ ഒരു ട്രീയുടെ മുകളിൽ ഒരു കാക്ക ഇരിക്കുന്നുണ്ട് അല്ലേ. അതിൻ്റെ വായിൽ എന്താണ് ഒരു വലിയ പീസ് ചീസ് ഉണ്ട്. ദെൻ ഇത്രയേ ഉള്ളൂ ഇവിടെ കൊടുത്തിട്ട്. ദെൻ ആ സ്റ്റോറിയിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ
എഴുതണം. ഓക്കെ. ദി ഫോക്സസ് മൗത്ത് ബിഗാൻ ടു വാട്ടർ. ഹി വാണ്ടഡ് ടു ഹാവ് ദ പീസ് ഓഫ് ചീസ്. ഹി ഡിസൈഡഡ് ടു ഫ്ലാറ്റർ ദി ക്രോ. എന്താണ്, ആ ഫോക്സിന് വായിലൊക്കെ വെള്ളം വരികയാണ് അല്ലേ, അവന് ആ ചീസ് വേണം. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ കാക്കയെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ ഹി സെഡ് ടു ദ ക്രോ, ഡിയർ സിസ്റ്റർ, ഐ ഹാവ് ഹിയർഡ് എ ലോട്ട് അബൌട്ട് യുവർ സ്വീറ്റ് വോയിസ്. വിൽ യു പ്ലീസ് റിഗെയിൽ മീ വിത്ത് എ മെലഡിയസ് സോങ്. എന്താണ്, ആ കാക്കേനോട് പറയാണ്, ഡിയർ സിസ്റ്റർ, നിങ്ങൾക്ക് എന്താണ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്, സൗണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെലഡിയസ് ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു പാട്ട് പാടി തരുമെന്ന് ചോദിക്കുകയാണ് അല്ലേ. നൗ ദ ക്രോ വാസ് വെരി പ്രൗഡ്. ഷീ വാണ്ടഡ് ടു ഷോ ദ ഫോക്സ് ദാറ്റ് ഷി കുഡ് സിങ് വെൽ. എന്താണ്, അത് കേട്ടപ്പോൾ ആ ക്രോക്ക് ഭയങ്കര അഭിമാനം തോന്നിയില്ലേ, തൻ്റെ പാട്ട് ആ ഫോക്സിന് വേണ്ടി പാടി കൊടുക്കണമെന്ന് എന്താണ് തീരുമാനിച്ചു. It forgot about the piece of cheese in its mouth and opened its beak to sing. അതിൻ്റെ വായിലുള്ള ചീസിനെ കുറിച്ച് മറന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ട് പാട്ട് പാടാനായിട്ട് ഒരു വായ തുറക്കുകയാണ് ചെയ്യുന്നത്. As the crow opened its beak, the piece of cheese fell down to the ground. എന്താണ്, പാട്ട് പാടാനായിട്ട് വായ തുറന്നപ്പോൾ അതിൻ്റെ വായിലുണ്ടായിരുന്ന ആ ചീസ് എന്താണ്, നിലത്തേക്ക് വീണു. The clever and cunning fox picked it up and ate it hungrily. ബുദ്ധിമാനായ ആ ഫോക്സ് എന്താ ചെയ്തത്, പെട്ടെന്ന് ആ ചീസ് എടുത്തിട്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അല്ലേ, വിശപ്പോടെ അത് കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദ നെക്സ്റ്റ് 7th ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ കാർട്ടൂൺസ്, ഫിൽ ഇൻ ദ ബബിൾസ് ആൻഡ് ഫ്രെയിം എ സ്റ്റോറി. ദ ബിഗിനിങ് ഓഫ് ദി സ്റ്റോറി ഈസ് ഗിവൺ. ഇവിടെ എന്താണ്, താഴെ കുറേ കാർട്ടൂൺസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അതിലുള്ള ബബിൾസിൽ അതിൽ വരുന്ന ഡയലോഗ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഫിൽ ചെയ്തിട്ട് ആ സ്റ്റോറി കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ലയൻ്റെ ഒരു സ്റ്റോറിയാണ് ആ കാർട്ടൂണായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഫസ്റ്റ് എന്താ വരുന്നത്, ലോങ് എഗോ എ ലയൺ ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. ഒരിടത്ത് എന്താണ്, ഒരു ഫോറസ്റ്റിൽ ഒരു ലയൺ ജീവിച്ചിരുന്നു. വൺ ഡേ ഹി ഫെൽറ്റ് വെരി ടയേർഡ് ആൻഡ് ഫെൽ എ സ്ലീപ്പ്. ഒരു ദിവസം അതിന് എന്താ ഭയങ്കര ക്ഷീണം തോന്നിയിട്ട് അത് ഉറങ്ങാണ് ചെയ്യുന്നത്. then എന്താണ്, എ മൗസ് കെയിം ദർ ആൻഡ് സ്റ്റാർട്ടഡ് ഡിസ്റ്റർബിങ് ദി ലയൺ. ഒരു മൗസ് അവിടെ വന്നിട്ട്, ഒരു എലി അവിടെ വന്നിട്ട് ആ ലയണിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, നെക്സ്റ്റ് പിക്ചറിൽ എന്താണ് കൊടുക്കുന്നത്, ആ ലയണ് ആ മൗസിനെ പിടിച്ചിട്ടുണ്ട് അല്ലേ. സോ അവിടെ എന്ത് ഡയലോഗ് കൊടുക്കും, ഐ വിൽ കിൽ യു ലിറ്റിൽ ക്രിയേച്ചർ. എന്താണ്, നിന്നെ ഞാൻ കൊല്ലുവടാ എന്നൊക്കെ പറയാണ് അല്ലേ. അപ്പോൾ മൗസ് എന്ത് പറയുന്നു, സോറി ഓ കിങ്, ഇഫ് യു സ്പെയർ മൈ ലൈഫ് ഐ വിൽ ഷ്യൂർലി റീപേ യുവർ കൈൻഡ്നസ്. സോറി രാജാവേ, നിങ്ങൾ എന്താണ് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു കൈൻഡ്നെസ്സിന്, ഈ ഒരു ദയക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പ്രത്യുപകാരം ചെയ്യുമെന്ന് പറയാണ് അല്ലേ. ദെൻ എന്ത് ചെയ്യുന്നു, ലയൺ അതിനെ വിടുകയാണ് അല്ലേ. താങ്ക് ഗോഡ് ഐ ആം സ്പെയർഡ്. എന്താണ്, ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. ദെൻ ലയൺ എന്താ പറയുന്നത്, ഹേയ് ഡോണ്ട് ഫോർഗെറ്റ് യുവർ പ്രോമിസ്. നിൻ്റെ പ്രോമിസ് ഒരിക്കലും മറക്കരുത് എന്ന് പറയാണ് അല്ലേ. ദെൻ നെക്സ്റ്റ്, ഡേയ്സ് പാസ്ഡ് വൺ ഡേ ദി ലയൺ ഫെൽ ഇൻ ടു എ ട്രാപ്പ്. ഹി കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, ഒരു ദിവസം ആ ലയൺ ഒരു ട്രാപ്പിൽ കുടുങ്ങാണ് ചെയ്യുന്നത്. ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ലയൺ ഇങ്ങനെ എല്ലാവരെയും വിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ദെൻ എന്നിട്ട് എന്താണ്, ദ മൗസ് ഹിയർഡ് ദി ലയൺസ് ക്രൈ. ആ ലയണിൻ്റെ കരച്ചിൽ ആ മൗസ് കേൾക്കുന്നുണ്ട്. ദെൻ മൗസ് എന്താ പറയുന്നത്, ഡോണ്ട് വറി ഐ വിൽ കട്ട് ദ നെറ്റ് വിത്ത് മൈ ടീത്ത് ആൻഡ് സെറ്റ് യു ഫ്രീ. എന്താണ് പറയുന്നത്, നിങ്ങൾ വെറീഡ് ആകണ്ട, ഞാൻ ഈ നെറ്റ് എൻ്റെ പല്ല് കൊണ്ട് കട്ട് ചെയ്തിട്ട് നിങ്ങളെ ഫ്രീ ആക്കാം, നിങ്ങളെ രക്ഷപ്പെടുത്താമെന്ന് പറയാണ്. ദെൻ ലാസ്റ്റ് എന്താ, ദി മൗസ് സെറ്റ് ദ ലയൺ ഫ്രീ ബൈ നോവിങ് ദി നെറ്റ് വിത്ത് ഹിസ് ടീത്ത്. ആ മൗസ് അതിൻ്റെ പല്ല് വെച്ചിട്ട് ആ നെറ്റൊക്കെ കട്ട് ചെയ്തിട്ട് ലയണിനെ ഫ്രീ ആക്കുകയാണ്, രക്ഷപ്പെടുത്തുകയാണ്. ദി ലയൺ വാസ് വെരി താങ്ക്ഫുൾ ടു ദി മൗസ്. ആ ലയണിന് എന്താണ്, ആ മൗസിനോട് ഒരുപാട് നന്ദി തോന്നുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സ്റ്റോറി.